പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ രേണു സുധിയുടെ സ്റ്റോറി ടെല്ലിംഗ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് അതും കഴിഞ്ഞു. മാന്യമായ രീതിയിൽ തന്നെ തന്റെ കഥ പറഞ്ഞു തീർത്തു രേണു സുധി എന്ന് പറഞ്ഞേ മതിയാകൂ. അതായത് വോട്ട് പിടിക്കാനുള്ള പരിപാടി ഒന്നും ചെയ്തില്ല, സെന്റിമെന്റ്സ് ഒന്നും ഇറക്കിയിട്ടില്ല, വളരെ മാന്യമായിട്ട് സംസാരിച്ചു. സത്യം പറഞ്ഞ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ഒരു സീസണിൽ ലൈവിൽ സ്റ്റോറി പറഞ്ഞു പോകുന്ന ഈ ഒരു സംവിധാനം കൊള്ളാം. ഒരുപാട് പറഞ്ഞ ആൾക്കാരെ വെറുപ്പിക്കാതെ ജസ്റ്റ് വേണ്ടത് മാത്രം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നത് വളരെ നന്നായി തന്നെ പോകുന്നുണ്ട്. അത് മികച്ച തീരുമാനമായിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലും. രേണുസുധി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ താരത്തിന്റെ പ്രേക്ഷകരെല്ലാവരും കരുതിയിരുന്നു സെന്റിമെന്റ്സ് ഒക്കെ ബിഗ് ബോസിനകത്ത് ഇറക്കാൻ സാധ്യതയുണ്ട് എന്ന്. പക്ഷേ പ്രേക്ഷകരുടെ ചിന്തയൊക്കെ തന്നെയും തെറ്റിച്ചുകൊണ്ടാണ് നമ്മുടെ രേണുസുധി വളരെ മികച്ച രീതിയിൽ തന്നെ തന്റെ കഥ പറഞ്ഞു തീർത്തത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ രേണുവിന്റെ വോട്ട് കൂടാൻ വരെ സാധ്യതയുണ്ട്. മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ സീസണിലെ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ തന്നെയും മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് രേണുവിന്റെ മാത്രമല്ല, നമ്മുടെ സാബുവിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ശാരികയുടെ ഒക്കെ തന്നെയും സ്റ്റോറി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. ആരെയും വെറുപ്പിക്കാതെ ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെ മാന്യമായിട്ട് അവരവരുടെ സ്റ്റോറിയൊക്കെ തന്നെയും പറഞ്ഞു തീർത്തു. ഇത് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.